അന്യരല്ല. മോഹം മുഖപടമണിഞ്ഞു, മൗനം തേങ്ങിക്കരഞ്ഞു. ഇന്നെന്റെ നൊമ്പരമെന്നോട് ചൊല്ലി. ആരും അന്യരല്ല, ആരും അന്യരല്ല. അമ്പലത്തിൽ നിന്നെ ഞാനിന്നു കണ്ടു, ഞാൻ നിന്റെ മൃദുസ്വരം കേട്ടു. നിഴൽ വീണുറങ്ങുമീ വഴിയമ്പലത്തിൽ നിന്നെ ഞാനിന്നു കണ്ടു, ഞാൻ നിന്റെ മൃദുസ്വരം കേട്ടു. എന്റെ പ്രതിച്ഛായയല്ലേ നീ, എന്റെ പ്രതിസ്വരമല്ലേ. എനിക്കായി മാത്രമേ സൂര്യനുദിക്കില്ല, എനിക്കായി അമ്പിളി ഉണരില്ല, എങ്ങും എനിക്കായി പൂക്കൾ വിടരില്ല. എനിക്കായി മാത്രമേ സൂര്യനുദിക്കില്ല, എനിക്കായി അമ്പിളി ഉണരില്ല, എങ്ങും എനിക്കായി പൂക്കൾ വിടരില്ല. സംഗീതമല്ലേ നീ, എന്റെ പ്രതിരൂപമല്ലേ. മുഖപടമണിഞ്ഞു, മൗനം തേങ്ങിക്കരഞ്ഞു. ഇന്നെന്റെ നൊമ്പരമെന്നോട് ചൊല്ലി. ആരും അന്യരല്ല, ആരും അന്യരല്ല. മോഹം മുഖപടമണിഞ്ഞു, മൗനം തേങ്ങിക്കരഞ്ഞു. നളിനിക്കുഞ്ഞെ, ഞാനിത്തിരി കഞ്ഞോളത്തിന് വന്നതാ, തുണി മുക്കാനാ. കഞ്ഞോളം തീർന്നു പോയല്ലോ കാർത്തിയനി, അത്താഴത്തിന് അരിയിടാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കടയിൽ തെക്കരാരാണ്ട് കച്ചവടത്തിന് വന്നു. ഇപ്പൊ നല്ല പെരുത്ത കച്ചവടം.
പറയച്ചു മാപ്പിളയുടെ കട അവര് വാങ്ങിച്ചു. ബേബിയുടെ കട നടക്കുന്നുണ്ടോ? ഓ, അത് നടക്കണോ നടക്കാത്ത ഒരുപോലെ. കട സാമാനൊന്നും ഇല്ല. ചിലപ്പോ തുറന്നത് വെറുതെ ഇരിക്കണ കാണാം. പൊളിഞ്ഞപ്പോ രണ്ടു കൂട്ടർ ഒന്നിച്ചു പൊളിഞ്ഞു. അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോഴാ വിഷമം. അച്ഛൻ എങ്ങനെ മാറിപ്പോയി. ദേവ ചേച്ചിയും കൊണ്ടാട്ടം മുട്ടിപോലെയായി. പഴയ കളിയും ചിരിയും ഒക്കെ പോയി. അതൊക്കെ ഇനി ഓർക്കാതിരിക്കുകയാണ് നല്ലത് കാർത്തികേയനി. ചേട്ടനും പോയി കളഞ്ഞില്ലേ? തുണി മുക്കി പിഴിഞ്ഞു വച്ചേക്കണം. അതൊന്ന് വിരിച്ചിട്ടിട്ട് വരാം. അന്തിക്കുരുവക്ക് പുല്ലുതരാൻ ആലോലം തുള്ളിക്കുൾ തൊടുകാളേ, ആലോലം തുള്ളിക്കുൾ തൊടുകാളേ. ചന്തയിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ട് വിടാം. വേണ്ട, നീ പോയിക്കോ. നമ്മളെ കാളകളൊക്കെ എന്താ മിടുക്കന്മാരായത്. ഓനെ അയ്യോ ഭാർഗവനോ, നീ ഇപ്പൊ എവിടെയാ? ഇവിടൊക്കെ തന്നെ ആയിട്ട് ഇങ്ങനെ അല്ലറ ചില്ലറ പണികളായിട്ട് ജീവിക്കുകയാണ്. നീ എവിടാ തമ്മി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സത്യത്തിൽ ഇപ്പൊ ഇവന്റെ കൂടാ. മുതലാളി എങ്ങോട്ടാണാവോ? കുറച്ച് അരിയും സാമാനവും മേടിക്കണം. നമുക്ക് പോവാം. നമുക്ക് അതിലെ പോകണ്ട, ഇതിലെ പോവാം. ഇല്ലല്ലോ, അങ്ങനെ മുമ്പിൽ കൂടെ ഞാൻ സൈക്കിളെ പോകുന്നത്. ഇതിലെ പോവാം. ആ, എന്നാ തന്നെ പണിയില്ലാതെ ഇങ്ങോട്ടൊക്കെ. അവരെ ഒരു 5 കിലോ അരി വേണം. മകൻ പോയിട്ട് വിവരമൊന്നും ഇല്ലല്ലേ? കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും മുളകും കൂടെ ഇട്ടോളേ. സാധനങ്ങൾക്കൊക്കെ എന്തു വിലയാണെന്ന് മാർക്കറ്റിലേക്ക് അടുക്കാനേ വയ്യ. 15-20 കാശ് നാളെ ഇങ്ങ് എത്തിക്കാം. എടാ ചവരോ, ആ വട്ടയെടുത്ത് മാറ്റി വെച്ചേ. കാശ് എന്നിട്ട് സാധനം കൊണ്ടുപോയാൽ മതി ആശാൻ. നാളെ തന്നെ പറ്റുകയില്ല ആശാനെ. കടമേർപ്പാടേ വലിയ പുലിവാല. തനിക്ക് എത്ര രൂപ വേണം? 15 രൂപ 70 പൈസ. 15 രൂപ 70 പൈസ. ബാക്കി ഇങ്ങോട്ടോ. ആ വട്ടി കൊണ്ടോ. എടാ വട്ടി സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തേ. കാശ് ഞാൻ കൊടുത്തു. ഒന്നും ആലോചിക്കണ്ട, ഇതങ്ങോട്ട് മേടിക്കും. ഞാൻ പിന്നെ പണം കൊടുത്ത് വാങ്ങിച്ചോണ്ടേനെ. സാരമില്ല, അപ്പൊ എനിക്ക് തന്നാ മതി. പിടിക്കും. ബഹളം വെക്കാതെ പേടിക്കാനൊന്നുമില്ല. നേര് തലയിട്ടരാ. നിങ്ങൾ പായിരിക്കും. അറിഞ്ഞ
പറയച്ചമ്മാപ്പളയ്ക്ക് സുഖമില്ല.